ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിനെ കുറിച്ചിട്ടാണ്. എഴുതിയിരിക്കുന്നത് പൗളോ കൊയ്ലോ. ഒരിക്കൽ സ്പെയിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സാന്റിയാഗോ എന്ന് പറഞ്ഞ ഒരു ആട്ടിടയൻ ജീവിച്ചിരുന്നു. സാന്റിയാഗോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു യങ് ഷെപ്പേർഡായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. സാന്റിയാഗോവിൻ്റെ ജോലി, അദ്ദേഹം ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആടുകളെ നല്ലപോലെ പരിപാലിച്ച് വളർത്തി. അദ്ദേഹത്തിന് ട്രാവലിംഗ് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരുപാട് ആസ്വദിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. സാന്റിയാഗോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ്രീം വരുമായിരുന്നു. അതൊരു സെയിം ഡ്രീം തന്നെയാണ് അദ്ദേഹത്തിന് വന്നുകൊണ്ടിരുന്നത്. ഒരു സ്വപ്നം. ആ സ്വപ്നം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈജിപ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിരമിഡുകളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ഈജിപ്ഷ്യൻ പിരമിഡ്സ്. ഈജിപ്തിലെ പിരമിഡിൻ്റെ അടുത്ത് ഒരു ട്രഷർ, ഒരു നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് സ്വപ്നം. ഈ സെയിം സ്വപ്നമാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്വപ്നം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭയങ്കര റിയൽ ആയിട്ടുള്ള, യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഭവമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ സാന്റിയാഗോൻ്റെ ഡ്രീം ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അതായത്, ഞാൻ എന്തായാലും ഇങ്ങനൊരു സ്വപ്നം ഡെയിലി കാണുന്നുണ്ട്, ഡെയിലി അല്ല, ഇങ്ങനൊരു സ്വപ്നം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ ഇത് ചിലപ്പോൾ സത്യമാകാം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് ട്രഷർ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം സ്പെയിനിലാണ്, ഈജിപ്റ്റ് വരെ പോകണം. ഈജിപ്തിലാണല്ലോ ട്രഷർ. അദ്ദേഹത്തിൻ്റെ ഷീപ്പിനെ വിറ്റു. എന്നിട്ട് ഈജിപ്തിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിന് അറിയില്ല അടുത്തത് എന്താ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് അറിയില്ല. സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അദ്ദേഹം വിശ്വസിച്ചു, അദ്ദേഹം കാണിക്കുന്ന ഈ സാഹസികത, ഇതെല്ലാം സ്പെഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് അദ്ദേഹത്തിനെ നയിക്കുമെന്ന് അദ്ദേഹം വളരെ ആഴത്തിൽ അദ്ദേഹം വിശ്വസിച്ചു. ഇങ്ങനെയാണ് സാന്റിയാഗോൻ്റെ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രീം ഫോളോ ചെയ്യാണ്. അപ്പോൾ സാന്റിയാഗോൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഷീപ്പിനെയും വിറ്റു. അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെ അദ്ദേഹം വിശ്വസിച്ചു. അതായത്, ഈജിപ്തിലെ പിരമിഡുകളുടെ അടുത്ത് അങ്ങനെ ഒരു ട്രഷർ ഉണ്ട് എന്ന് വിശ്വസിച്ചാണ് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത്. ഓക്കെ, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിൽ ആഴത്തിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അത് വിശ്വസിച്ചില്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഈജിപ്തിലേക്ക് ആടിനെയും വിറ്റിറങ്ങില്ല. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം ഒരുപാട് ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്. അവരെല്ലാവരും അദ്ദേഹത്തിനെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം കണ്ടുമുട്ടിയ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് കിങ് ആയിരുന്നു, ഒരു നിഗൂഢത നിറഞ്ഞൊരു രാജാവ്. ആ രാജാവിൻ്റെ പേര് മെൽഷിസെഡെക് എന്നായിരുന്നു. രാജാവ് സാന്റിയാഗോനെ പഠിപ്പിച്ചത് പേഴ്സണൽ ലെജൻസിനെ പറ്റിയിട്ടാണ്. പേഴ്സണൽ ലെജൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് എന്ന് പറഞ്ഞാൽ, നമ്മളെ എല്ലാവരുടെയും ഉള്ളിൽ, ആഴത്തിൽ, ഡീപ്പ് ഇൻസൈഡിൽ ഉള്ള നമ്മളുടെ ഡ്രീംസ്, നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള സ്വപ്നങ്ങൾ, നമ്മളുടെ ഗോൾസ്, അതെല്ലാമാണ് പേഴ്സണൽ ലെജൻസ്. അതിനെപ്പറ്റി സാന്റിയാഗോനെ പഠിപ്പിക്കുകയാണ്. രാജാവ് സാന്റിയാഗോനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, യൂണിവേഴ്സ് ഹെൽപ്സ് ദോസ് ഹു ഫോളോ ദെയർ പേഴ്സണൽ ലെജൻസ്. നമ്മളുടെ പേഴ്സണൽ ലെജൻഡിനെ ഫോളോ ചെയ്യാൻ നമ്മളുടെ ചുറ്റുമുള്ള യൂണിവേഴ്സ് നമ്മളെ സഹായിക്കുമെന്ന് പറയുകയാണ്. കിങ് സാന്റിയാഗോയ്ക്ക് 2 മാജിക്കൽ സ്റ്റോൺസ് കൊടുക്കുകയാണ്. ഒരു മാജിക്കൽ സ്റ്റോണിൻ്റെ പേര് ഉറിം, വേറെ മാജിക്കൽ സ്റ്റോണിൻ്റെ പേര് തുമിം. ഇതെല്ലാം സാന്റിയാഗോനെ സഹായിക്കും തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻസ് എടുക്കാനായിട്ട്. സാന്റിയാഗോൻ്റെ യാത്ര തുടരാണ് ഈജിപ്തിലേക്ക്. ഇപ്പോൾ സാന്റിയാഗോ എത്തിപ്പെട്ടിരിക്കുന്നത് ആഫ്രിക്കയിലാണ്. കടൽ മാർഗം ആഫ്രിക്കയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സാന്റിയാഗോയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സാന്റിയാഗോൻ്റെ കയ്യിലുള്ള എല്ലാ പണവും മോഷ്ടിക്കപ്പെട്ടു. സാന്റിയാഗോൻ്റെ യാത്ര തുടരണമെങ്കിൽ പണം അത്യന്താപേക്ഷിത ഘടകമാണ്. ഈജിപ്തിലേക്ക് ആരും വെറുതെ സാന്റിയാഗോനെ കൊണ്ടുപോവില്ല, പണം വേണം.
തൻ്റെ കയ്യിലുള്ള പണമെല്ലാം മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സാന്റിയാഗോ അവിടെ നിർത്തിയില്ല, തൻ്റെ ഡ്രീം ഫോളോ ചെയ്യൽ ഗിവ് അപ്പ് ചെയ്തില്ല. സാന്റിയാഗോ ഒരു ക്രിസ്റ്റൽ മർച്ചൻറ്റിന് വേണ്ടി പണി ചെയ്യാൻ തുടങ്ങി, പണം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്രിസ്റ്റൽ മർച്ചൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് വഴിയായിട്ട് സാന്റിയാഗോയ്ക്ക് കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യതയെ പറ്റി മനസ്സിലാകുകയും എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമ്മളുടെ ഡ്രീം ഫോളോ ചെയ്യൽ അവിടെ നിർത്തി മടങ്ങിപ്പോകാതെ അത് കണ്ടിന്യൂ ചെയ്യണം എന്ന നെവർ ഗിവിങ് അപ്പ് എന്ന ഒരു ലെസൺ കൂടി സാന്റിയാഗോ ഇവിടെ പഠിക്കുകയാണ് ഇതിലൂടെ. ഇവിടെ സാന്റിയാഗോയുടെ ലക്ഷ്യം ഹിഡൻ ട്രഷർ കണ്ടുപിടിക്കാൻ ഈജിപ്തിലേക്ക് പോകലാണ്. അവിടെ സാന്റിയാഗോയ്ക്ക് വന്ന പ്രശ്നം എന്ന് പറയുന്നത് തൻ്റെ കയ്യിലുള്ള പണമെല്ലാം മോഷ്ടിക്കപ്പെട്ടു. സാന്റിയാഗോയ്ക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് ട്രാവൽ നിർത്തി തിരിച്ച് സ്പെയിനിലേക്ക് മടങ്ങി പോകാം. സാന്റിയാഗോ അവിടെ ഗിവ് അപ്പ് ചെയ്യുകയല്ല ചെയ്തത്. സാന്റിയാഗോ മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം. കാര്യങ്ങളെല്ലാം വളരെ ടഫായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെങ്കിലും ഹി നെവർ ഫൊഗോട്ട് അബൌട്ട് ഹിസ് ഡ്രീം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ക്രിസ്റ്റൽ മർച്ചൻറ്റിൻ്റെ കൂടെ ജോലി ചെയ്ത് സാന്റിയാഗോയ്ക്ക് കുറച്ച് പണം കിട്ടി. അപ്പോൾ സാന്റിയാഗോ ഒരു കൂട്ടം ആളുകളുടെ കൂടെ ജോയിൻ ചെയ്തു. അവരെല്ലാവരും കൂടി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിലേക്കാണ്. ഒരു ഡെസേർട്ട് താണ്ടി ഈജിപ്തിലേക്ക് അവർ പോകണം. ഓക്കെ, അപ്പോൾ ആ ഗ്രൂപ്പിൽ സാന്റിയാഗോ ഒരു ഇംഗ്ലീഷ് മാനിനെ കണ്ടുമുട്ടാണ്. അദ്ദേഹം ആൽക്കമി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇംഗ്ലീഷ് മാൻ ആയിരുന്നു. ആൽക്കമി എന്ന് പറഞ്ഞാൽ ദ മാജിക് ഓഫ് ടേണിങ് മെറ്റൽ ഇൻ ടു ഗോൾഡ്, മെറ്റലിനെ സ്വർണം ആക്കുന്ന മാജിക്, അത്ഭുതം. അപ്പോൾ ഇംഗ്ലീഷ് മാൻ സാന്റിയാഗോനെ പഠിപ്പിച്ചു ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് ആൻഡ് ലേണിംഗ് ഫ്രം ദ വേൾഡ്. ലോകത്തിൽ നിന്ന് പഠിക്കണം, ലോകത്തിൽ നിന്ന് കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ്, വായനയുടെ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം സാന്റിയാഗോനെ പഠിപ്പിച്ചു. അപ്പോൾ ആ യാത്രയിൽ സാന്റിയാഗോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ, വയസ്സായിട്ടുള്ളൊരു ഗേൾ, ആ ഗേളിൻ്റെ പേരാണ് ഫാത്തിമേനെയും കണ്ടുമുട്ടുന്നുണ്ട് ഒരു ഒയാസിസിൽ. അവർ രണ്ടുപേരും പ്രണയത്തിലാകുന്നുണ്ട്. സാന്റിയാഗോയ്ക്ക് ഫാത്തിമയുടെ കൂടെ നിൽക്കണമെന്നുണ്ട്, താമസിക്കണം എന്നുണ്ട്. പക്ഷേ ഫാത്തിമ സാന്റിയാഗോനെ എൻകറേജ് ചെയ്തു, തൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യണം, ഈജിപ്തിലേക്ക് പോകണമെന്ന് എൻകറേജ് ചെയ്തു. ഫാത്തിമ ശരിക്കും സാന്റിയാഗോനോട് ഓർമ്മപ്പെടുത്തുകയാണ്, ട്രൂ ലവ് വെയ്റ്റ്സ് ആൻഡ് സപ്പോർട്ട്സ് ഡ്രീംസ്. നമ്മളെ ശരിക്കും പ്രണയിക്കുന്ന ഒരു പാർട്ട്ണർ ആണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ ആ പാർട്ട്ണർ ഒരിക്കലും നമ്മളുടെ ഡ്രീംസ് സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല. അതായത് നമ്മുടെ ഡ്രീംസ് എപ്പോഴും പെർസ്യൂ ചെയ്യണം, അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ഒരു ട്രൂ ആയിട്ട് നമ്മളെ ലവ് ചെയ്യുന്നൊരു പാർട്ട്ണർ. ട്രൂ ലവ് എന്ന് പറയുന്നത് എപ്പോഴും കാത്തിരിപ്പാണല്ലേ. കാത്തിരിക്കാം. ശരിക്കും ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരാളാണെങ്കിൽ സാന്റിയാഗോ ഈജിപ്തിൽ പോയി ട്രഷർ എടുത്ത് തിരിച്ച് വരുന്നത് വരെ ഫാത്തിമ കാത്തിരിക്കും. അതാണ് ഫാത്തിമ ഇവിടെ പറയുന്നത്. ഫാത്തിമ സാന്റിയാഗോനോട് എൻകറേജ് ചെയ്യാണ് ചെയ്തത് ടു കണ്ടിന്യൂ ഹിസ് ജേണി. അപ്പോൾ ഒയസിൽ വെച്ചിട്ട് സാന്റിയാഗോ ഒരു ആൽക്കമിസ്റ്റിനെ കണ്ടുമുട്ടുന്നുണ്ട്. അദ്ദേഹം ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു മാനാണ്, ഒരു മിസ്റ്റീരിയസ് മാനാണ്. മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ നിഗൂഢത നിറഞ്ഞൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആൽക്കമിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം. ഇവിടെ ആൽക്കമിസ്റ്റ് സാന്റിയാഗോൻ്റെ ഗൈഡ്, വഴികാട്ടിയായി മാറുകയും സാന്റിയാഗോനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അവൻ്റെ ഹൃദയത്തിനെ ശ്രദ്ധിച്ചു കേൾക്കാനായിട്ട്, പിന്നെ അതുമായി കണക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം സാന്റിയാഗോനെ പഠിപ്പിക്കുന്നു. അദ്ദേഹം സാന്റിയാഗോനെ കാണിച്ചു കൊടുക്കുന്നു that the journey itself is just as important as reaching the goal. സാന്റിയാഗോൻ്റെ ഈ യാത്രയാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്, അവൻ്റെ ഗോളിൽ എത്തുന്നതിനേക്കാൾ അവൻ്റെ യാത്രയാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർ രണ്ടുപേരും കൂടിയും ആ ഡെസേർട്ടിൽ, ആ മരുഭൂമിയിൽ ഒരുപാട് ഡേഞ്ചേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ട്രൈബൽ വാർ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു ആ ഡെസേർട്ടിൽ. സാന്റിയാഗോ മനസ്സിലാക്കുന്നു ദാറ്റ് ടു ട്രസ്റ്റ് ഹിസ് ഇൻസ്റ്റിങ്ക്റ്റ്, അവൻ്റെ ഉള്ളിലെ താല്പര്യങ്ങളെ വിശ്വസിക്കുക, അവനെ തന്നെ വിശ്വസിക്കുക, ബിലീവിങ് ഇൻ വൺ സെൽഫ്, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് അല്ലേ. അത് സാന്റിയാഗോ പഠിച്ചു. ആൻഡ് സീ ദ സയൻസ് ഫ്രം ദ യൂണിവേഴ്സിൽ ഒരുപാട് സയൻസ്, SIGNS ഉണ്ട്. അതെല്ലാം കാണുക, അത് മനസ്സിലാക്കുക, തന്നിൽ തന്നെ വിശ്വസിക്കുക എന്ന് സാന്റിയാഗോ വിശ്വസിച്ചു. ആൽക്കമിസ്റ്റ് സാന്റിയാഗോനെ ഒരുപാട് അമേസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. ലെഡ് എങ്ങനെ ഗോൾഡാക്കി മാറ്റാം എന്ന് കാണിച്ചു കൊടുത്തു. അത് സാന്റിയാഗോൻ്റെ വിശ്വാസം, തൻ്റെ സ്വപ്നത്തിലേക്ക് തനിക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന വിശ്വാസത്തിനെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്തു. ലാസ്റ്റ് അവർ രണ്ടുപേരും കൂടി പിരമിഡ്സിൽ എത്തി.
ഓക്കെ. സാന്റിയാഗോ അപ്പോൾ കുഴിക്കാൻ തുടങ്ങി. ട്രഷർ അവിടെ എവിടെയോ ട്രഷർ ഉണ്ടെന്നാണല്ലോ, അതായിരുന്നു ഡ്രീം. അപ്പോൾ അവിടെ കുഴിക്കാൻ തുടങ്ങി. കുഴിച്ചപ്പോൾ ഈ റോബേഴ്സ്, മോഷ്ടാക്കൾ അവനെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള എല്ലാം അവരെടുത്തു. ഓക്കെ. എന്നിട്ട് അവർ ഇവനെ നോക്കി ചിരിച്ചു. എന്തിനാണ് ചിരിച്ചത്? സാന്റിയാഗോ കണ്ട ഡ്രീമിനെ പറ്റി അവരോട് പറഞ്ഞപ്പോൾ ആ റോബേഴ്സ് സാന്റിയാഗോനെ നോക്കി ചിരിച്ച് പുച്ഛിച്ചതല്ല എന്നൊക്കെ പറയില്ലേ. ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിലാണോ നീ ഇവിടം വരെ വന്ന് ഇവിടെ കുഴിക്കണേ, നിനക്കെന്താ ബോധമില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുക ചെയ്തത് ആ റോബേഴ്സ്. ഓക്കെ. പിന്നെന്തുണ്ടായത്? പിന്നെ അതിൽ ഒരു മോഷ്ടാവ് പറഞ്ഞു അദ്ദേഹത്തിനും ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ട്രഷറിനെ പറ്റി തന്നെയായിരുന്നു, ഈ നിധിനെ പറ്റിയിട്ടായിരുന്നു. ആ നിധി ഒരു സൈക്കമോർ മരത്തിൻ്റെ താഴെ കുഴിച്ച് ഇട്ടിരിക്കുന്ന പോലെ ഒരു സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. അത് കുഴിച്ചിട്ടിരിക്കുന്നത് സ്പെയിനിലുള്ള ഒരു പഴയ പള്ളി. ആ പള്ളിയുടെ അടുത്തുള്ളൊരു സൈക്കമോർ ട്രീയുടെ അണ്ടറിൽ ട്രഷർ കുഴിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്വപ്നമാണ് അദ്ദേഹം കണ്ടതെന്ന് സാന്റിയാഗോനോട് പറയുന്നു. അപ്പോൾ സാന്റിയാഗോയ്ക്ക് തൻ്റെ യാത്രയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി സാന്റിയാഗോ സ്പെയിനിലേക്ക് തന്നെ ഈജിപ്തിൽ നിന്ന് തിരിച്ചുപോയി. There under the sycamore tree at the very church where he had his first dream, he found a chest full of gold and jewels. അവിടെ വെച്ചിട്ട് ഒരു ബോക്സ് ഫുൾ ഓഫ് സ്വർണം ആൻഡ് ജുവൽസ് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ സാന്റിയാഗോൻ്റെ ഈ നീണ്ട ബുദ്ധിമുട്ടുള്ള ഈ യാത്ര എല്ലാം ഒരു ഫുൾ സർക്കിളിൽ വന്ന പോലെയല്ലേ. അവൻ എവിടെ നിന്നാണോ അവൻ്റെ യാത്ര തുടങ്ങിയത് അവിടെ വന്ന് സാന്റിയാഗോ അവസാനിച്ചു. അവിടെ നിന്ന് സാന്റിയാഗോയ്ക്ക് തൻ്റെ ട്രഷർ കിട്ടി. അപ്പോൾ ശരിക്കുള്ള ട്രഷർ എന്താണ് എന്ന് സാന്റിയാഗോയ്ക്ക് മനസ്സിലായി. അത് ശരിക്കുള്ള ട്രഷർ എന്ന് പറയുന്നത് സ്വർണ്ണമല്ല, പക്ഷേ അദ്ദേഹം പഠിച്ച പാഠങ്ങളാണ് ശരിക്കുള്ള ട്രഷർ. അദ്ദേഹം കണ്ടുമുട്ടിയ ആൾക്കാർ, അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, അതൊക്കെയാണ് ശരിക്കുള്ള ട്രഷർ എന്ന് പറയുന്നത്. സാന്റിയാഗോൻ്റെ കഥ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് നമ്മളുടെ ഡ്രീംസിനെ നമ്മൾ ഫോളോ ചെയ്യണം. എത്ര കഷ്ടപ്പെട്ടാലും അതെല്ലാം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അത്രത്തോളം ഗ്രോത്ത് നമുക്കുണ്ടാകും, അത്രത്തോളം സന്തോഷം നമുക്കുണ്ടാകും. അതാണ് സാന്റിയാഗോൻ്റെ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത് നമുക്ക് ഈ പുസ്തകം പറഞ്ഞു തരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിനെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഏതൊക്കെ യാത്ര നമ്മൾ പോകുന്നുണ്ടോ ആ യാത്രകളെല്ലാം നമ്മൾ ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യണം. നമ്മൾ നമ്മുടെ യൂണിവേഴ്സിനെ വിശ്വസിക്കണം. ഓക്കെ. യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ശരിക്കും സഹായിക്കും. അതായത് ശരിക്കും ഈ വേൾഡിൽ ട്രൂ പർപ്പസ് ഉള്ള ഒരാളിനെ ആ പർപ്പസിലേക്ക് എത്താനായിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ട്രൂ പർപ്പസ് ജീവിതത്തിലുണ്ടെങ്കിൽ ആ ട്രൂ പർപ്പസിലേക്ക് നിങ്ങളെ എത്തിപ്പെടാനായിട്ട് ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കും. അതാണ് ഈ പുസ്തകം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന വഴി ഭയങ്കര ഹാർഡായിരിക്കും, ഭയങ്കര കല്ലും മുള്ളും നിറഞ്ഞതാണ് അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ ഭയങ്കര ഹാർഡായിരിക്കും. ഒരിക്കലും അവിടെ പകുതിക്ക് വെച്ച് നിങ്ങളുടെ ഡ്രീം പർസ്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങളുടെ ഡ്രീംസ് എത്രത്തോളം ഡിഫിക്കൽട്ടി നിങ്ങളുടെ വേയിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും അതെല്ലാം ഓവർകം ചെയ്ത് നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്തിച്ചേരണം. There are the essence of who you truly are. അതാണ് ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പൗളോ കൊയ്ലോ എന്ന ഓഥറിൻ്റെ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം. ഞാൻ കഥ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ക്വിക്കായിട്ട് ഓവറോൾ ആയിട്ടുള്ളൊരു കഥ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിജക്ഷൻസാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഫീൽഡുകൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, അവിടെയൊക്കെ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പുസ്തകത്തിൽ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടർ സാന്റിയാഗോ ചെയ്യുന്നത് എന്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ട്രഷർ, ഒരു നിധി കണ്ടുപിടിക്കാൻ യാത്ര ചെയ്യാണ് സ്പെയിനിൽ നിന്ന് ഈജിപ്തിലേക്ക്. അത് സാന്റിയാഗോൻ്റെ ജസ്റ്റ് ഒരു സ്വപ്നം മാത്രമാണ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോ ഒന്നും സാന്റിയാഗോയ്ക്ക് അറിയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യാത്രയിൽ സാന്റിയാഗോയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അവന് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് സാന്റിയാഗോ പഠിക്കുന്നുണ്ട്.
സാന്റിയാഗോൻ്റെ ഈ കഥ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് ഒന്നിരുന്ന് ചിന്തിക്കാൻ. എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് സ്വയം ഒരു ഫുൾഫിൽമെൻറ്റ് തോന്നുക എന്ന് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് തിങ്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. സാന്റിയാഗോൻ്റെ യാത്രേനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി ജേർണി. ഒരുപാട് ചലഞ്ചസ് സാന്റിയാഗോന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്റിയാഗോൻ്റെ ആ യാത്രയുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ വാല്യുബിൾ. ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് വന്നു. പക്ഷേ ഓരോ സ്റ്റെപ്പും നിങ്ങളെടുക്കുന്ന ഈച്ച് സ്റ്റെപ്പ് യു ടേക്ക് ക്യാൻ ടീച്ച് യു സംതിങ് ആൻഡ് ഹെൽപ്പ് യു ഗ്രോ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ അടച്ചുപൂട്ടി അങ്ങനൊരു അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങണം, നിങ്ങൾ ആളുകളെ കണ്ടുമുട്ടണം, യാത്രകൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് സ്വയം ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു മനസ്സിലാക്കാൻ പറ്റും. ഒരു പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകണം എന്നില്ല. ഓക്കെ, സാന്റിയാഗോ ചെറിയ ചെറിയ സ്റ്റെപ്പ്, സ്മോൾ സ്റ്റെപ്പ് വഴിയായിട്ടാണ് സാന്റിയാഗോ തുടങ്ങിയത്. മേ ബി യു കുഡ് ട്രൈ ഡൂയിങ് വൺ സ്മോൾ തിങ് ദാറ്റ് യു എൻജോയ് ഓർ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ. നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് ചെയ്താലാണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ആ ഒരു ചെറിയ സംഭവം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഇറ്റ് കുഡ് ബി സംതിങ് സിമ്പിൾ ബട്ട് ഇറ്റ് മൈറ്റ് ബ്രിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ജോയ് ഇൻ ടു യുവർ ഡേ. സാന്റിയാഗോ ഇവിടെ പഠിക്കുന്നുണ്ട് തൻ്റെ ഹൃദയത്തിനെ, തൻ്റെ താല്പര്യങ്ങളെ വിശ്വസിക്കാനായിട്ട് സാന്റിയാഗോ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇറ്റ്സ് ഓക്കെ ടു ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ അതിനൊരു തെറ്റില്ല. ഓക്കെ, പിന്നെ നിനക്കെന്താണ് ശരി എന്ന് തോന്നുന്നത് അതിനെ ഫോളോ ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റില്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ചില നേരങ്ങളിൽ നമ്മളുടെ ഇന്നർ വോയിസ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അത് നമ്മളെ നല്ല പുതിയ വഴിയിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിപ്പെട്ടേക്കാം, പുതിയ പോസിബിലിറ്റീസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടേക്കാം. വേറെ സാന്റിയാഗോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാന്റിയാഗോ അവിടെ തൻ്റെ യാത്രയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന ഓരോ വെല്ലുവിളികളും അവനെ പുതിയ ഓരോ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. ടഫായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഉള്ള പോലെ തോന്നിയേക്കാം, പക്ഷേ ദെയർ കുഡ് ബി വാല്യുബിൾ ലെസൺസ് ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ഹെൽപ്പ് യു ഗ്രോ. ഓക്കെ, ഡിഫിക്കൽട്ടീസ് നമ്മളുടെ ജീവിതത്തിൽ വരും. അതെല്ലാം നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെന്ന് വിചാരിക്കാം, അതിലേക്കുള്ള വഴി ഒരിക്കലും ഈസി ആയിട്ടുള്ള വഴിയായിരിക്കില്ല. അത് 200% ഞാൻ ഗ്യാരണ്ടി തരാം. ഒരുപാട് ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ മുഖമടിച്ച് നിങ്ങൾ വീണേക്കാം നിങ്ങളുടെ വഴിയിൽ. അത് പെർസ്യൂ ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു താല്പര്യത്തിൽ നിങ്ങൾ മുഖമടിച്ച് വീണേക്കാം. അവിടെ വീഴുമ്പോൾ അത് നിർത്തി തിരിച്ചു പോകുമ്പോൾ അവിടെയാണ് നിങ്ങളോട് തന്നെ എന്താ പറയുക, നിങ്ങൾ തോറ്റു പോകണം. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മുഖമടിച്ച് വീഴുന്ന അവിടെ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ഡ്രീം പെർസ്യൂ ചെയ്യാനായിട്ട് അത് ആ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. സാന്റിയാഗോ അതാണ് ചെയ്തത്. ദ ആൽക്കമിസ്റ്റ്, പൗളോ കൊയ്ലോൻ്റെ ദ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. സാന്റിയാഗോ ഗിവ് അപ്പ് ചെയ്തില്ല. തൻ്റെ ചലഞ്ചസ്, ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, വഴിയിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു. സാന്റിയാഗോ ഗിവ് അപ്പ് ചെയ്തില്ല. ബട്ട് ഹീ കീപ്സ് ഗോയിങ് ഈവൻ ദ തിങ്സ് ആർ ടഫ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി പേഷ്യൻറ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ ക്ഷമയോടെ കാര്യങ്ങളെ നേരിടാം. ഓക്കെ, കീപ് മൂവിങ് ഫോർവേഡ് ഈവൻ ഇഫ് പ്രോഗ്രസ് സീംസ് സ്ലോ. പിന്നെ വേറൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേക്കാവുന്ന ചെറിയ ചെറിയ വിക്ടറീസ്, ചെറിയ ചെറിയ പ്രോഗ്രസ് നിർബന്ധമായിട്ട് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. സാന്റിയാഗോൻ്റെ ജേർണിയെ പോലെ സാന്റിയാഗോയ്ക്ക് ഒരുപാട് മൈൽ സ്റ്റോൺസ് കിട്ടിയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം അക്നോളജ് ചെയ്യുന്നത് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും, നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഒരു 1% എങ്കിലും എനിക്ക് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീംസിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒരു 1% എങ്കിലും
ഞാൻ നിങ്ങളെ ഇൻസ്പയർ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹാർട്ടിനെ നിങ്ങൾ എപ്പോഴും ലിസൺ ചെയ്യണം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങളുടെ പേഴ്സണൽ ലെജൻഡിലേക്കുള്ള നിങ്ങളുടെ പാത്ത് മൈറ്റ് ബി ചലഞ്ചിങ്. അത് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, വെല്ലുവിളികൾ നിറഞ്ഞതാകാം. പക്ഷേ ആ വഴി ഈസ് ഓൾസോ ഫിൽഡ് വിത്ത് ഗ്രോത്ത്, ഡിസ്കവറി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ please give it a thumbs up, share it with your friends and don't forget to subscribe for more inspirational content. നിങ്ങളുടെ പേഴ്സണൽ ലെജൻഡ് എന്താണ്? Let me know in the comments below. Until next time, keep dreaming and stay inspired. Thank you.